ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ ചാനൽ ജാതിക്ക പറിക്കുകയാണ്. ജാതിക്ക തോട് കൊണ്ട് നമുക്കിന്നൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയേക്കാം. ഇത്രയും ജാതിക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട്. ജാതിക്കയുടെ തോടും അരിയും നമുക്ക് വേർതിരിച്ച് എടുക്കാം. ദേ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ജാതിക്കയുടെ അരിയാണിത്. ഇത് ജാതിക്ക അരിയും ഇത് ജാതിക്കയുടെ പൂവുമാണ്. ഈ ജാതിക്കപ്പൂ നമ്മൾ ഗരം മസാലയിലൊക്കെ ഇട്ട് പൊടിച്ചെടുക്കാറുണ്ട്. ജാതിക്ക ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് അതിനകത്തുനിന്ന് അതിൻ്റെ ഉള്ളിൽ കുരുവൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, കട്ട് ചെയ്തെടുത്ത ജാതിക്ക ഞാൻ വെള്ളത്തിൽ നല്ലതുപോലൊന്ന് കഴുകി വെള്ളം പോകാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിത് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് നുറുക്കിയെടുക്കാം. ഇതുപോലെ ഞാൻ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഉപ്പിട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. കല്ലുപ്പ് പൊടിച്ചതാണ് ഇത്. ഉപ്പ് നല്ലതുപോലെ പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഉപ്പ് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അല്പസമയം ഇങ്ങനെ തന്നെ വെക്കാം. 10 മിനിറ്റ് ഞാനിത് ഉപ്പ് പുരട്ടി വെച്ചിരുന്നു. ഉപ്പ് പുരട്ടി 10 മിനിറ്റ് വെച്ചിരുന്ന ഈ ജാതിക്ക നമുക്ക് വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഉണക്കിയെടുക്കാം. ജാതിക്കത്തോട് ഇതുപോലെ കട്ട് ചെയ്ത് വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കുന്നതിൻ്റെ കാരണം, ഇത് വയറിന് അസ്വസ്ഥതയുള്ളപ്പോഴും നമുക്ക് യാത്ര ചെയ്യുമ്പോഴും 1-2 എടുത്ത് വായിലിട്ട് കഴിഞ്ഞാൽ നല്ല ആശ്വാസം ലഭിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യാറുള്ളത്. ജാതിക്കയുടെ തോട് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി 1 ദിവസത്തെ ഉണക്കൊണ്ട് തന്നെ ഇതുപോലെ നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇത് വയറ്റിലെ ഗ്യാസിനും അതുപോലെ നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് മാറാനും ഒക്കെ നല്ലൊരു ഐറ്റമാണ്. ഇത് കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും. ഇതിൽ കുറച്ച് എപ്പോഴും ഞാൻ എൻ്റെ ഓഫീസ് ബാഗിൽ കരുതാറുണ്ട്. ഉണങ്ങിയ ജാതിക്കത്തോട് ഇതുപോലൊരു ഡബ്ബയിൽ നിറച്ച് വെച്ച് അടച്ചു വെച്ച് സൂക്ഷിക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി മുതൽ ജാതിക്കത്തോട് വെറുതെ കളയാതെ ഇതുപോലെ ഉപകാരപ്രദമാക്കി എടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.